കൊല്ലം ജില്ലയുടെ തെക്കുപടിഞ്ഞാറ് ഭാഗത്തായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ധന്യമായ സാംസ്കാരിക പൈതൃകം നെഞ്ചിലേറ്റുന്ന പ്രശാന്ത സുന്ദരമായ തീരദേശ ഗ്രാമം മയ്യനാട്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലും സാമൂഹികമായ ഉന്നതിയിലും വിദ്യാഭ്യാസ രംഗത്തും ഉജ്ജ്വലമായ മുന്നേറ്റങ്ങൾ കൈവരിച്ച ഒരു ജനസമൂഹം. തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ നടന്നിരുന്ന വാണിജ്യ സാംസ്കാരിക വിനിമയങ്ങളുടെ നട്ടെല്ലായ ജലപാത ഈ ഭൂപ്രദേശത്തിന് അതിരിടുന്നു. വയലേലകളും കായൽ തീരങ്ങളും പകരുന്ന ചാരുതയേറിയ ദൃശ്യങ്ങൾ, മതസൗഹാർദ്ദത്തിൻ്റെയും മതേതര കാഴ്ചപ്പാടിൻ്റെയും വർണ്ണശബളമായ ഭൂതകാലവും വർത്തമാനവും ഈ നാടിൻ്റെ ശ്രേഷ്ഠമായ ഒരു പാരമ്പര്യത്തിൻ്റെ നേർക്കാഴ്ച കൂടിയാണ്. മയ്യനാട് റെയിൽവേ സ്റ്റേഷനു പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ജന്മംകുളത്തമ്മയുടെ പുണ്യസങ്കേതം ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് തന്നെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ്. ജനലക്ഷങ്ങൾ ആരാധിക്കുകയും ജാതിമത ഭേദമന്യേ ഏവരും ആശ്രയിക്കുകയും ചെയ്യുന്ന ആരാധനാമൂർത്തിയാണ് സർവാഭീഷ്ടകാരിണിയും സർവശക്തിയുമായി കുടികൊള്ളുന്ന ജന്മംകുളത്തമ്മ. ക്ഷേത്രോൽപത്തിയെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇങ്ങനെയാണത്രേ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഭൂപ്രദേശം വനസമാനമായിരുന്നു. ഒരിക്കൽ സഹോദരിമാരായ 3 ദേവിമാർ ആഹ്ലാദചിത്തരായി കാഴ്ചകൾ കണ്ടു നടക്കവേ മഹാതപസ്വിയും ശ്രേഷ്ഠജ്ഞാനിയുമായ ഋഷിവര്യനെ കണ്ട് ഭയന്ന് 3 ദിക്കിലേക്ക് മാറി ഒളിച്ചു. അതിൽ സഹോദരിയാണ് താന്നി സ്വർഗപുരം ക്ഷേത്രത്തിലെ ശക്തി ചൈതന്യമായ ദേവി. രണ്ടാമത്തേത് മയ്യനാട് വെള്ളമണൽ കൊച്ചുനട ഭഗവതിയും. ഭയാധിക്യത്താൽ സമീപത്തുണ്ടായിരുന്ന ജലാശയത്തിലേക്ക് മറഞ്ഞുനിന്ന ജ്യേഷ്ഠ സഹോദരിക്ക് സ്വാമികൾ അവിടെ നിന്നും സ്വീകരിച്ച് സ്ഥാനം കൽപ്പിച്ച് നൽകുകയായിരുന്നു. കുളത്തിൽ നിന്നും ജന്മമെടുത്തവൾ എന്ന അർത്ഥത്തിൽ അങ്ങനെ ജന്മംകുളത്തമ്മയായി. ക്ഷേത്രത്തിൻ്റെ ആദ്യ നാളുകളിൽ ശക്തി സ്വരൂപത്തെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വരികയായിരുന്നു. പിന്നീട് പഞ്ചലോഹത്തിലുള്ള കണ്ണാടി വിഗ്രഹത്തിലേക്കും ഒടുവിൽ ഇന്നിരിക്കുന്ന കൃഷ്ണശിലാ വിഗ്രഹത്തിലേക്കും ദേവിയെ കുടിയിരുത്തി. ശാന്തസ്വരൂപിണിയായ ജന്മംകുളത്തമ്മയുടെ അനുഗ്രഹവർഷം ഏറ്റുവാങ്ങാത്തവരായി ആരും തന്നെയില്ല. മനസ്സും ശരീരവും അമ്മയിൽ പൂർണ്ണമായി സമർപ്പിച്ച് ആരാധിക്കുന്ന ഏതൊരു ഭക്തനും 1000 മടങ്ങ് വാത്സല്യത്തോടെ ആശീർവാദം ചൊരിയുന്ന അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സകലതും സമർപ്പിച്ച്
ഭക്തിയുടെ ഉന്മാദത്തിൽ സ്വയം അലിഞ്ഞില്ലാതാകുന്ന ഭക്തജനങ്ങൾ. ഇവിടുത്തെ മൂലസ്ഥാനമായി സ്ഥിതി ചെയ്യുന്ന ഗുരുനാഗപ്പൻകാവ്. ഇവിടെ ശിവനും ശക്തിസ്വരൂപമായി ദേവിയും കുടികൊള്ളുന്നു. ഭഗവതിയുടെ ശ്രീകോവിലിന് തെക്കുവശത്തായി വിഘ്നേശ്വര പ്രതിഷ്ഠയാണ്. ചുറ്റമ്പലത്തിന് പുറത്തായി സ്ഥിതി ചെയ്യുന്ന മഹേശ്വര പ്രതിഷ്ഠ പടിഞ്ഞാറ് ദർശനമായി നിലകൊള്ളുന്നു. ആഴിയുടെ മടിത്തട്ടിലേക്ക് കുതിക്കുന്ന ഗംഗയുടെ വാത്സല്യ സ്പർശം പോലെ ശ്രീകോവിലിന്റെ മകുടത്തിൽ നിന്നും ഏതു കൊടും വേനലിലും വറ്റാതെ ഇറ്റുവീഴുന്ന നീർക്കണങ്ങൾ നമ്മെ മതത്തിന്റെയും മാത്സര്യത്തിന്റെയും മോഹവലയത്തിൽ നിന്നും ഉണർത്തുന്ന അമൃതിൻ ധാരയാവുന്നു. പ്രധാന ശ്രീകോവിലിന് പുറത്ത് തെക്കുവശത്തായി സ്ഥിതി ചെയ്യുന്ന സർപ്പക്കാവ്, നാഗയക്ഷിയമ്മയും നാഗരാജാവും ചിത്രകൂടവും, ഭക്തിയുടെയും പ്രകൃതിയുടെയും ആരാധനാ സംസ്കാരത്തിന്റെയും സമ്മേളനം. നാഗത്താന്മാരെ ഊട്ടി പുള്ളുവൻ പാട്ടുകളിലൂടെ അവരുടെ കോപത്തെ ശമിപ്പിച്ച് ഏറ്റവും പ്രസാദകരമായ അനുഗ്രഹമാക്കി മാറ്റി നിർവൃതി കൊള്ളുന്ന ഭക്തജനങ്ങൾ. വിസ്മയങ്ങളുടെയും വിശുദ്ധമായ ആരാധനയുടെയും നാൾവഴികൾ പ്രകൃതി നമുക്കായി കാഴ്ചവയ്ക്കുന്ന ചില വിശേഷ ദൃശ്യങ്ങൾ. അതിലൊന്നാണ് ക്ഷേത്രമുറ്റത്ത് നിൽക്കുന്ന ഈ ആൽമരം. ക്ഷേത്രത്തിൻ്റെ പൂമുഖം മുഴുവൻ സ്വച്ഛമായ തണൽ വിരിച്ചു നിൽക്കുന്ന ഈ വൃക്ഷമുത്തശ്ശിയെ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് ആശ്ചര്യം തോന്നുന്ന ആ കാഴ്ച കണ്ണിൽപ്പെടുക. അരയാലും പേരാലും കല്ലാലും ഒന്നിച്ചു ചേർന്ന പ്രകൃതിയുടെ ഉപഹാരം. യോഗീശ്വരനും യക്ഷിയും ദിക്പാലകരും അതിരുകളെയും ദേശത്തെയും കാത്തുനിൽക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ മണൽ തരികളെപ്പോലും ത്രസിപ്പിക്കുന്ന ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഉത്സവകാലത്തുള്ളത്.